നമസ്തേ യൂട്യൂബ്. മുറിഞ്ഞപുഴയൊക്കെ എത്താൻ പോകണുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെമ്പ് സ്ഥലത്തിട്ട് ചെമ്പ് എന്ന് പറഞ്ഞപ്പോഴാണ് ചെമ്പിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്നാ പറയും. നമ്മുടെ മമ്മൂട്ടിയുടെ ചെമ്പാണോ? മമ്മൂട്ടിയുടെ ചെമ്പാണ്. മമ്മൂക്ക ജനിച്ചു വളർന്ന സ്ഥലം ചെമ്പില. അവർക്ക് കുറച്ച് നാൾ മുമ്പ് വരെ അവിടെ ഒരു വീടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. സോ ഇപ്പം ഇല്ല, അവര് അവിടെ നിന്ന് വിട്ടു. ആ വീടൊക്കെ എപ്പോഴും ഉണ്ടാവും. ചിലപ്പോ വീടുണ്ടാവും, പക്ഷെ മൂപ്പര് അത് കൊടുത്തല്ലോ, വിറ്റത്. അങ്ങനെയാണ് ഞാൻ കേട്ടെ. അങ്ങനെ വലിയ എന്താ പറയാ, ബെഡായി ആയിട്ട് പറയണ ആൾക്കാരൊന്നും അല്ല എന്നോട് പറഞ്ഞത്. സോ ഒരു ട്രസ്റ്റ് വർത്തി ന്യൂസ് ആയിട്ട് ഞാനത് പരിഗണിക്കണത്. പിന്നെ ആകെ അങ്ങേര് വാതുറക്കണത് കള്ളു കുടിക്കാനും കള്ളം പറയാനും ആണെങ്കിലും നമ്മൾ അങ്ങനെയൊന്നും ഒരാളെ കുറച്ച് കാണരുത്. ആരാണ്? പേര് ഞാൻ പറയില്ല. അങ്ങേര് ആണ്ടിന്റെ സംക്രാന്തിക്ക് ഇതേപോലെ വ്ളോഗ് കാണണത് തന്നെ. പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടെ അങ്ങേര് അൺസബ്സ്ക്രൈബ് ചെയ്തു. അങ്ങനെ ഇപ്പൊ മൂപ്പരുടെ വീടിന്റെ ആ വഴിയാ പോയിക്കൊണ്ടിരിക്കണത്. കാട്ടിക്കുന്ന് ഡോണിന്റെ ടെറിട്ടറിയിട്ട് കയറിയവരാരും വെറുതെ പോയിട്ടില്ല. ചേച്ചിയൊക്കെ സീരിയസ് റൈഡിങ് ആട്ടോ. പങ്കാരി ബാഗ് ഇട്ടിട്ടുണ്ടോ? പക്ഷെ ലാൻഡിങ് ഗിയർ ഇട്ടിട്ടില്ല. ഓടിക്കാൻ അറിയാം. അതെ. ഓ, ഈ അമ്പലത്തിന് കിട്ടാൻ കുറെ ബാക്ക് സ്റ്റോറി പറയാനുണ്ടോ? അതല്ല, അങ്ങനെ എനിക്കറിയാമല്ലോ. ഞങ്ങൾക്ക് ഇവിടെ കുറെ ബാക്ക് സ്റ്റോറികളാണ്. ഞങ്ങള് ഇവിടെ മാർച്ചാണോ ജനുവരിയാ പോകാറ്. അപ്പൊ അവിടെ പാഴാണല്ലോ. ആ ടൈം ആകുമ്പോഴത്തേനും ഞങ്ങളുടെ ഒരു വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിനാണ് ആ വഴി ഓടുന്നത്. വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് ഞങ്ങളുടെ ഈ അമ്പലത്തിന്റെ ഫെസ്റ്റിവലായിട്ട് ഇൻവൈറ്റ് ചെയ്യും, ഉത്സവത്തിന്. അന്ന് ഇവിടെ വന്നിട്ട് കാണിക്കണം പേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങോട്ട് കുറഞ്ഞു പോകും. ലിറ്ററലി പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് തരം താഴ്ത്തി കാണിക്കുന്ന പോലെയോ അതേപോലെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് ഇവിടെ കിടന്നത്. അങ്ങനെ നമ്മള് വൈക്ക് എത്തിയിരിക്കുകയാണ്. ഇച്ചിരി ബ്ലോക്ക് ഉണ്ട്. ഇച്ചിരി നല്ല ഇച്ചിരി അത് ഈ വഴി പോയില്ല. വേണ്ടിയാണെങ്കിലും ഇപ്പം നമ്മൾ ലോ ബ്രേക്ക് ചെയ്ത് ഏത് ഫുള്ള് തഗ് ലൈഫ്. ഇതാണ് വൈക്കത്തമ്പലം. അയ്യോ, നമുക്ക് സ്കിൽ ഡ്രൈവിംഗ് ഒക്കെ എന്ന് കാഴ്ച വെച്ചോണ്ടിരിക്കണം. ചേച്ചിയും ആൾക്കാരൊക്കെ കൂടെ ചാവാനായിട്ട് ഇറങ്ങിക്കോളും. നോക്കുമ്പോൾ എളുപ്പമാണല്ലോ. രണ്ട് ചെറുപ്പക്കാര്, അതെ, കൂളിംഗ് ഗ്ലാസും വെച്ചുകൊണ്ട് നടക്കണു. സുന്ദരനും സുമുഖരുമായിട്ടുള്ള രണ്ട് ചെറുപ്പക്കാര്. അപ്പം ആൾക്കാർക്ക് കാറും കൊണ്ടുപോകാണല്ലോ വന്നത്. അപ്പം ആൾക്കാർക്ക് മുതുകത്ത് കയറാമല്ലോ. നടക്കൂല കേട്ടോ, നടക്കൂല. അന്യായപരമായിട്ടുള്ള ഒരു കാര്യവും ഞങ്ങൾ വെച്ച് ഓർമ്മിക്കണം അല്ലേ? റോഡ് കുഴപ്പമൊന്നുമില്ല, തിരക്ക് ജാസ്തിയുണ്ട്. മാനേജബിളാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, കാറിലായതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ഈ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ വന്നു കഴിയുമ്പോഴത്തേനും ഉയ്യോ ഗീർക്കൻ സാറുമാർ. ഇവിടെ നിന്ന് തണ്ണീർമുക്ക് സൈഡിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തെക്കേനട, തെക്കേനടയിൽ നിന്ന് റൈറ്റ് ഹോട്ടൽ മഹാദേവ, പ്യൂർ വെജിറ്റേറിയൻ. അവർ ഈ വെജിറ്റേറിയൻ ആയിരുന്നു. അവർ രാവിലെ മുട്ടക്കറി കഴിച്ചവനാ പറയണത് കേട്ടോ. ഉണ്ണി കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ മുട്ടക്കറിയുടെ. അപ്പൊ അതാ പറഞ്ഞ കുറച്ച് വെജിറ്റേറിയൻ ആണ്. അതിനെ കൊല്ലാനായിട്ട് അവർ മനസ്സൊന്നുമില്ല. അതാണ് ഏറ്റവും വലിയ എന്താ പറയുക, ആൾക്കാർ പറഞ്ഞ് അങ്ങോട്ട് കളഞ്ഞേക്കണ, തെറ്റാക്കിയേക്കണ ഒരു ധാരണയാണ്. ഒരിക്കലും ഒരു മുട്ടക്കയുടെ ഉണ്ണീനേക്കാളും കൂടുതൽ പ്രോട്ടീൻ വെള്ളയ്ക്കുണ്ടാവില്ല. ഐ മീൻ
എഗ് വൈറ്റ്സിന് ഉണ്ടാവില്ല. യോർക്കിൽ എല്ലാം ഫാറ്റ് ഉണ്ടെങ്കിലും അത് ഗുഡ് ഫാറ്റാണ്. ഏതൊരു സാധനവും ശരീരത്തിൻ്റെ അളവിൽ കൂടുതൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദോഷമെന്ന് പറയണ പോലെ തന്നെയാണ് യോക്കിൻ്റെ കാര്യം. ഈ അറൗണ്ട് ഇപ്പം എൻ്റെ ഒരു കണക്ക്, എൻ്റെ ഒരു ഓർമ്മ ശരിയാണ്, കണക്കല്ല ഓർമ്മ ശരിയാണെങ്കിൽ ഇൻ കേസ് ഇപ്പോൾ ഒരു മുട്ടയിൽ നിന്ന് നമുക്കൊരു 16 ഗ്രാംസ് ഇത് പ്രോട്ടീൻ കിട്ടുമെന്നുണ്ടെങ്കിൽ അതിൽ ഈ പറയുന്ന 6 ഗ്രാംസ് ആണ് എഗ് വൈറ്റ്സിനുള്ളത്. എടുത്തിട്ടോ ഏത് അതൊക്കെ ഞാൻ വായിച്ചിട്ടുള്ളത് ഒരു ഇതാട്ടോ. അത് റിലയബിൾ ആണോ അല്ലെങ്കിൽ എത്രമാത്രം എന്താ പറയാ വാക്കുണ്ടല്ലോ ഇംഗ്ലീഷിൽ, ഞാൻ ആലോചിച്ചിട്ട് പറയാം കേട്ടോ, അല്ലെങ്കിൽ ഞാനത് ടൈപ്പ് ചെയ്തിടാം. ഇപ്പൊ ക്രെഡിബിൾ അതാണ് വാക്ക്. ക്രെഡിബിൾ ആണോ എന്നുള്ളത് അറിയത്തില്ല. അതിൻ്റെ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ചാനലിൽ ഇപ്പം അല്ലെങ്കിൽ വീഡിയോ കാണുന്നവർ ചാനൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വലിയ കാശ് മുടക്കൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് പറയിപ്പിക്കില്ല പ്ലീസ്. നമ്മൾ തണ്ണീർമുക്കം ബണ്ട് വഴിയാണ് പോണത്. നമുക്ക് ആലപ്പുഴ എത്താൻ കേട്ടോ. മാരാരിക്കുളം ഭാഗത്താ അത്. ഇവിടുന്ന് കറക്റ്റ് ഈ ചെല്ലണത് മണ്ണാഞ്ചേരിയും പറയുന്ന അറിയാൻ പാടില്ല. മാപ്പിട്ടോ നല്ല കാര്യമല്ലേ മാപ്പിടണത്? മാപ്പൊക്കെ ഇടണ്ടേ? വണ്ടിയുടെ നമ്പർ കിട്ടാത്തടത്തോളം കാലം ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ ഫോൺ ഉപയോഗിക്കണവരെ പിടിക്കാണ്ടിരിക്കട്ടെ. MVD കേരള ഈ വന്ന വഴിക്ക് ക്യാമറ വല്ല ശ്രദ്ധിക്കുന്നു. എല്ലാം ഫുള്ള് ഫോൺ വെച്ചിട്ടാണ്. അതാ കിട്ടും പതക്കം അടിക്കും എന്ന് പറയുമ്പോഴത്തേനും സഞ്ചാരയോഗ്യമാണ് എന്ന് നമ്മളും കരുതുമ്പോഴത്തേനും കിട്ടുമായിരുന്നു. എന്നിട്ടിപ്പോൾ റോഡിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പട്ടി കാഷ്ടിച്ചിട്ടേക്കണ പോലെ വാരി പൊത്തി വെച്ചിട്ടുണ്ട്. എങ്ങോട്ടാണ് ഈ നാടിൻ്റെ പോക്ക്? കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ്. എങ്ങോട്ടാണ് ഈ നാടിൻ്റെ പോക്ക്? ഇവിടുത്തെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? നാളെ ഇതൊക്കെ ഇതായിട്ട് വരും കേട്ടോ. ഷോർട്സും മറ്റേ നേപ്പാളിലൊരു പയ്യൻ പ്രസംഗിച്ചു കഴിയുമ്പോഴാണല്ലോ അവിടെ പിന്നെ ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാവുന്നത്. അതേപോലെയൊക്കെ പൊങ്ങി വന്നെ ആരെങ്കിലുമൊക്കെ BGM ഒക്കെ കയറ്റിയിട്ടിട്ട് തീർന്നു. ഇപ്പൊ വന്ന വഴിക്ക് ഒരു കാര്യം റിയലൈസ് ചെയ്തത്, ഞാൻ കുറച്ചധികം നാള് കൂടിയിട്ടാ ഞാൻ ഒരു കാറിന്റെ പാസഞ്ചർ സീറ്റിലിരിക്കണത്. ബൈക്കിൽ പിന്നെ ഇരുന്നിട്ടുണ്ട്, കാറിന്റെ പാസഞ്ചർ സീറ്റിൽ ഇരുന്നിട്ട് മീൻ കോ ഡ്രൈവറിന്റെ സീറ്റിൽ ഇരുന്നിട്ട് കുറെ നാളുകളായി. ബേസിക്കലി വണ്ടി ഓടിക്കാൻ ഇഷ്ടമുണ്ട്, അതാണ് വണ്ടി ഓടിക്കാനായിട്ടാണ് ക്രേസ്. അപ്പൊ നമുക്ക് ഈ വ്ലോഗിങ്ങും വണ്ടി ഓടിക്കലും കൂടെ ഒരുമിച്ച് നടക്കണമെങ്കിൽ കാറിലൊരു ഫോൺ ഹോൾഡർ വേണമല്ലോ. അത് അൺഫോർച്ചുനേറ്റ്ലി മിക്ക വണ്ടികളിലും, ഞാൻ പോണ വണ്ടികളിലൊന്നും ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ എൻ്റെ മാരകമായ കൺവിൻസിങ്ങിനൊടുവിൽ നമ്മൾ വീണതുകൊണ്ടും നമ്മളൊരു പ്രോ ഡ്രൈവറാണെന്ന് വിലയിരുത്തുന്നതുകൊണ്ടും കുറേ നാളുകൾക്ക് ശേഷം അങ്ങനെ ഞാൻ ഇതിനകത്ത് കോ ഡ്രൈവർ സീറ്റിലിരുന്നു. അങ്ങനെ തണ്ണീർമുക്കം ബണ്ടെത്തി. എഗെയിൻ അമലുവിനൊരു മാരക ഷൗട്ട് ഔട്ട് കൊടുത്തേക്കാം. മാരക ഡ്രൈവർ സ്കില്ലൊക്കെ വെച്ചിട്ട് അമലുവിൻ്റെ ഉണ്ടോന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ കൊടുത്തോളൂ. ചോദിച്ച് മേടിക്കും. പിന്നെ പറഞ്ഞ പോലെ തന്നെ കോസ്റ്റ്യൂം സ്പോൺസർ ചെയ്തത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. നാളെ ഈ അവസരത്തിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞ് മെൻഷൻ ചെയ്യുന്നു, താങ്ക് യു ഫോർ ദ ടീഷർട്ട്. ഇപ്പൊ ഇതേപോലെ സ്പോൺസർഷിപ്പുകളും അല്ലെങ്കിൽ ഷൗട്ട് ഔട്ടും വേണ്ട ആൾക്കാർ ബണ്ടൊക്കെ കഴിഞ്ഞ് ബണ്ടിന്റെ എത്തിയിട്ടെത്തിയേക്കും. ഇത് മൊത്തം
അറൗണ്ട് ഒരു 3 പാലമുണ്ട്. പറയുമ്പോൾ 3 കർവ്സ് ഉണ്ട്. അങ്ങനെയാണ് ഈ ബണ്ടിൻ്റെ ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേനും. ആദ്യം ഒരു കർവ് കയറി എന്ന് പറയുമ്പോൾ ഒരു ഹില്ല് കയറി ഒന്നിറങ്ങി, പിന്നെ ഒരു ഹില്ല് കയറി ഒന്നിറങ്ങി, പിന്നെ ഒരു ഹില്ല് കയറിയിട്ടാണ് ആക്ച്വലി 3 ഐലൻഡ്സ് ബന്ധിപ്പിക്കണ ഒരു പാല. 3 കരകൾ. ഇപ്പം നിങ്ങൾക്ക് ഗസ് ചെയ്യാവുന്നതാണുള്ളത്. ഇതിൻ്റെ മെക്കാനിസോ ഇപ്പോൾ ഷട്ടേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. ഇത് ഈ കാണുന്നതൊക്കെ ഫുൾ ഷട്ടറാണ്. പറയുമ്പോഴത്തേനും ഇതിൻ്റെ മെയിൻ സെറ്റപ്പ് ഇതെന്തിനാ പണിതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടലിൽ നിന്നുള്ള ഉപ്പുവെള്ളം കായലുമായിട്ട് കലർന്ന് കായലിലെ വെള്ളം ചീത്തയാവാണ്ടിരിക്കാനായിട്ടാ. പറയുമ്പോഴത്തേനും ഒരു വേർതിരിവുണ്ടാവുമല്ലോ. സോൾട്ട് വാട്ടർ ഫിഷസ് ഉണ്ടാവും, ഫ്രഷ് വാട്ടർ ഫിഷസ് ഉണ്ടാവും. ഇപ്പോൾ ഒരു എക്കോളജിക്കലി നോക്കുവാണെങ്കിൽ അതൊരു ഗുഡ് ഫാക്ടറാണ്. അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് വേലിയായിട്ട് കണ്ടില്ല എന്തുണ്ടായി സൈഡ് കൊടുത്തത്. അത് ഇതിനകത്ത് കാണാൻ പറ്റില്ല, നിങ്ങൾ കാണിച്ചു തരാനും എനിക്ക് പറ്റിയില്ല. ഒരു ടിപ്പർ റെയിലിന്റെ പൊക്കത്തെ കൂടെ കയറി പോയതാണ് കണ്ടത്. ഞങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരുന്ന സോ അങ്ങനെ എൻഡിട്ടൊക്കെ എത്താറായി. അങ്ങനെ ഒഫീഷ്യലി ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് എത്തിയിരിക്കുന്നു. ഒഫീഷ്യലി അല്ല, ഒഫീഷ്യലി പറയുകയാണെങ്കിൽ നമ്മൾ ആ പറഞ്ഞ ചെമ്പ് മുതൽ പാർട്സ് ഓഫ് വൈക്കം ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ് വേണ്ടത്. ഈ പറയുന്ന കാട്ടിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അതാണ്. അല്ലെങ്കിൽ ഈ പെരുമ്പടപ്പ് അങ്ങനത്തെ സ്ഥലങ്ങളാണ് കേരളം. എറണാകുളം, ആലപ്പുഴ, കോട്ടയത്തിൻ്റെ 3 കൂടെ ഉണ്ട്. ഞാൻ ആ മുറിഞ്ഞ പുഴ കാണിച്ചു തന്നില്ലേ, അത് 3 ജില്ലകളുടെ ബൗണ്ടറിയാണ് അല്ലെങ്കിൽ ബോർഡറാണ്. That's fascinating actually.